ഇന്ന് ഒരു യാത്രക്കിടയിലാണ്. പ്രധാനപ്പെട്ട ഒരു പള്ളിയിലാണിന്ന് ഉള്ളത്. ആലപ്പുഴ വടുതല കാട്ടുപുറം പള്ളി. നിങ്ങൾക്ക് വളരെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു ചെറിയ പരിചയപ്പെടുത്തൽ. നമ്മളെല്ലാവരും ഇപ്പം പരിശുദ്ധ റമദാനായാൽ ബദർ മൗലിദൊക്കെ ഓതുമല്ലോ. ആ ബദർ മൗലിദ് തവസ്സൽനാ ബി ബിസ്മില്ല നമ്മളെല്ലാവർക്കും കാണാപ്പാടല്ല ആ ബൈത്തൊക്കെ ഉള്ള ബദർ മൗലിദ് രചിച്ചത് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ പൊന്നാനിക്കാരനാണ്. അവർ ദീർഘകാലം ദർസ് നടത്തിയ ഒരു പള്ളിയാണിത്. ഇതിൻ്റെ ഈ പള്ളീൻ്റെ ചുമരുമലൊക്കെ അവരൊരുപാട് ബൈത്ത് എഴുതി വെച്ചതൊക്കെ കാണാൻ പറ്റും. അപ്പം ഇന്ന് ഈ ഭാഗത്ത് വന്നപ്പോൾ ഇവിടെ നിസ്കാരത്തിന് കയറി. അപ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞു വരുന്ന ആ വിഷയം കുറച്ച് ഇന്ന് പള്ളീൻ്റെ ഇവിടുന്ന് പറയാമെന്ന് തീരുമാനിച്ചതാണ്. ഏതായാലും ബഹുമാനപ്പെട്ടവർ ഇരുന്നൊക്കെ പള്ളി ഓലൊക്കെ പൊരുത്തും മതതും അള്ളാഹു നമുക്ക് എല്ലാവർക്കും മശായിഖമാരെ നോട്ടം എല്ലാ കാലത്തും നിലനിർത്തി പെരുമാറാവട്ടെ. നമ്മൾ ഇന്നലെ പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ്റെ ക്രോഡീകരണമാണ്. അള്ളാഹു റസൂലുള്ളാഹിയുടെ കാലത്ത് ഇങ്ങനൊരു കിതാബിലായി ഖുർആൻ ക്രോഡീകരിച്ചിരുന്നില്ല. പല ആൾക്കും കാണാപ്പാടുണ്ട്, എല്ലാവരും ഹൃദയത്തിലായിരുന്നു. പിന്നെ അവിടെയും ഇവിടെയും എല്ലിലും തോലിലൊക്കെ ആയിട്ടായിരുന്നു. പിന്നെ ഹാഫിളീങ്ങൾ ഒരുപാട് മരണപ്പെട്ടു, ഷഹീദായി. ഖുർആൻ നഷ്ടപ്പെടുമെന്ന ഭയം ഉണ്ടായപ്പം ഉമർ എന്നവർ സിദ്ദീഖ് എന്നവരെ പ്രത്യേകം ബന്ധപ്പെട്ട് അവർ രണ്ടുപേരും പിന്നെ സെയ്ദ് ബിൻ സാബിത്ത് എന്ന ഖുർആൻ വഹി എഴുതി വെച്ചിരുന്ന സഹാബിയെ ബന്ധപ്പെട്ട് അങ്ങനെയാണ് ഖുർആൻ്റെ ക്രോഡീകരണം ഒരു കിതാബ് രൂപത്തിലായി ആദ്യം ഒരു കോപ്പി രൂപപ്പെടുത്തിയത്. ആ ആദ്യത്തെ ഖുർആൻ സിദ്ദീഖ് തങ്ങളെ കയ്യിൽ സൂക്ഷിച്ചു. പിന്നെ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ സൂക്ഷിച്ചു. ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് ശേഷം മഹദിയായ അവിടുത്തെ മോളും അള്ളാഹു റസൂലുള്ളാഹിൻ്റെ ഭാര്യയുമായ ഹഫ്സ ബീവി റളിയല്ലാഹു തആല അൻഹ അവരുടെ കയ്യിലായിരുന്നു ആ ഖുർആൻ്റെ കോപ്പി ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഖുർആൻ ഇനി കിട്ടാതെ പോകുമെന്നുള്ളൊരു ബേജാറ് തൽക്കാലം ശമനം വന്നു. കാരണം ഒരു കോപ്പി അവിടെ കയ്യിലുണ്ടല്ലോ, അത് ചതിൽ പിടിച്ചിട്ട് നോക്കിയാൽ മതി. അതവർ നന്നായി സൂക്ഷിച്ചു പോന്നു, വളരെ ഗൗരവത്തോടു കൂടി. പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ കാലം രണ്ടാമത് വേറെ ഖുർആനുമായി ബന്ധപ്പെട്ടൊരു ബേജാറും ഭയങ്ങളും ഉണ്ടാവുകയാണ്. അതെന്താ വിഷയം? ഖുർആൻ്റെ ആയത്തുകൾ, ചില ആയത്തുകൾക്ക് വ്യത്യസ്തമായ ഓത്തുകളുണ്ട്. അതെല്ലാം മുത്തുനബി പഠിപ്പിച്ചതാണ്. ഉദാഹരണമായിട്ട് നമ്മൾ ഓതുന്ന ഫാത്തിഹയിൽ തന്നെ മാലിക് യൗമിദ്ദീൻ എന്നുണ്ട്, പിന്നെന്തോ അവിടെ ഉണ്ട് മലിക് യൗമിദ്ദീൻ. 2 ഖിറാത്തുണ്ട്. ഈ 2 ഖിറാത്തും ശരിയാണ്. രണ്ടും മുത്തുനബി തന്നെ പഠിപ്പിച്ചു തന്നതാണ്. മുത്തുനബിയിൽ നിന്ന് തന്നെ സ്വഹാബാക്കൾ കേട്ടതാണ്. അപ്പം മലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ. അതുപോലെ സുറാത്തല്ലദീന അൻഅംത അലൈഹിം, ഹായിന് കസ്ർ. അവിടെ തന്നെ സുറാത്തല്ലദീന അൻഅംത അലൈഹും, ഹായിന് ദമ്മ്. അങ്ങനെ 2 നിലക്കും മുത്തുനബി ഓതിയിട്ടുണ്ട്. ഇതെല്ലാം അംഗീകരിക്കപ്പെട്ടതാണ്. പക്ഷേ ഇത് 2 ഖിറാഅത്തും പഠിച്ചു മനസ്സിലാക്കിയ സ്വഹാബാക്കൾ ചിലരേ ഉള്ളൂ. വേറെ കുറേ ആളുകൾ പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ ഖുർആൻ ഇസ്ലാമിൻ്റെ പ്രചരണമായിട്ട് സ്വഹാബാക്കളൊക്കെ പല ഭാഗത്തേക്കും ഇറാഖ്, ഇറാൻ, യമനൊക്കെ പോവുകയാണല്ലോ. അവിടെ ചെന്നൊക്കെ അത് ഓതി കേൾപ്പിച്ചപ്പോൾ ചില സ്വഹാബാക്കൾ ഒരു ഖിറാഅത്ത് മാത്രം കേട്ട ആളുകൾ അത് മാത്രമാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം മലിക് യൗമിദ്ദീൻ എന്നുള്ളത് കേട്ട സ്വഹാബി അങ്ങനെ തന്നെ പഠിപ്പിക്കുകയാണ്. മറ്റേ സ്വഹാബി വേറൊരു നാട്ടിൽ മാലിക് യൗമിദ്ദീൻ കേട്ട ആളാണ്, മൂപ്പർ അത് പഠിപ്പിക്കുകയാണ്. ഇത് രണ്ടും കേട്ട ആൾക്കാർ രണ്ടും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാർ ഒന്നൊക്കെ കേട്ട ആൾക്കാരാണ്. ഇങ്ങനെ ആയപ്പോൾ ഒരിക്കൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ മറ്റൊരു യുദ്ധസമയം ഒരുപാട് സ്വഹാബാക്കളും താബീങ്ങളൊക്കെ കൂടിയൊരു സ്ഥലത്ത് ഖുർആൻ്റെ പേരിൽ പ്രശ്നം കണ്ടു. കണ്ടതാരാണ്? ഹുദൈഫത്ത് ബിൻ യമാൻ എന്ന പ്രധാനപ്പെട്ട സ്വഹാബിയാണ്. ഹുദൈഫത്ത് ബിൻ യമാൻ എന്നവർ എന്താണ് ഇവർക്കിടയിലുള്ള ശണ്ട? അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ചിലർ പറയാണ് മലിക് യൗമിദ്ദീൻ എന്നുള്ള ഖിറാഅത്ത് ശരിയില്ല, മാലിക് യൗമിദ്ദീനേ പറ്റുള്ളൂ. അങ്ങനെയാണ് മുത്തുനബി പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റുള്ള ചില ആൾക്കാർ പറഞ്ഞു മലിക് യൗമിദ്ദീൻ എന്നുള്ളതാണ് ശരി, മാലിക് യൗമിദ്ദീൻ ശരിയില്ല. ഹുദൈഫത്ത് ബിൻ യമാൻ തങ്ങൾ പറഞ്ഞു ചങ്ങാതിമാർ ഇത് രണ്ടും ഉള്ളതാണ്, മൂപ്പർക്ക് ഇത് രണ്ടും അറിയാം. പക്ഷേ മൂപ്പർ അതിരുന്നൊരു കാര്യം മനസ്സിലാക്കി. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ തർക്കം വരും, ഇത് രണ്ടും മനസ്സിലാക്കാത്ത ആളുകൾ. അങ്ങനെ പാടെ ഖുർആൻ നിഷേധിക്കപ്പെടുന്ന അവസ്ഥ വരും. അതുകൊണ്ട് ഇതിന് പരിഹാരം വേണം. അങ്ങനെ ബഹുമാനപ്പെട്ട ഹുദൈഫത്ത് ബിൻ യമാൻ എന്നവർ പിന്നെ ഖലീഫയായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ അടുത്ത് വന്നിട്ട് കാര്യം ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തി. ഉസ്മാൻ എന്നവരെ ഖുർആൻ്റെ വിഷയത്തിൽ നിന്ന് ഇടപെടണം. അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് ഓരോ ചില ആയത്തുകൾ പല നിലക്ക് ഓതി തന്നിട്ടുണ്ടല്ലോ, അതെല്ലാം ഖുർആനാണ്, എല്ലാം ഇവിടെ സ്ഥിരപ്പെടണം. അതുകൊണ്ട് ഇതെല്ലാം സ്വീകരിക്കപ്പെടാൻ പറ്റിയ രൂപത്തിലും ഇതെല്ലാം ആളുകളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലും ഉള്ള ഖുർആനിൻ്റെ കോപ്പി തയ്യാറാക്കണം. അങ്ങനെ തയ്യാറാക്കി അതിനെ ആസ്പദമാക്കി അതിനെ ആധാരമാക്കിക്കൊണ്ടാണ് ഖുർആനിൻ്റെ പ്രചരണം. അപ്പം ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടമാകുമ്പം പിന്നെ പല ഭാഗങ്ങളിലും പല ആളുകളും പിന്നെ ഖുർആൻ അവനവന് ഓർമ്മയുള്ളതും ബോധവും വെച്ചിട്ട് ഖുർആൻ്റെ കോപ്പികളുണ്ട്.
സിദ്ദീഖ് തങ്ങളുണ്ടാക്കിയ ആദ്യത്തെ കോപ്പി ഹഫ്സാ ബീവിൻ്റെ കയ്യിൽ അവിടെ ഉണ്ട്. പക്ഷെ അത് കൂടാതെ വേറെയും ഖുർആൻ്റെ കോപ്പികളൊക്കെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടമായപ്പോൾ വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഹുദൈഫത്ത് ബിൻ യമാൻ തങ്ങൾ ഈ സംഭവം പറഞ്ഞപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ ഇതിനൊരു ഏകീകൃത സ്വഭാവം എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ അള്ളാൻ റസൂൽ പഠിപ്പിച്ച എല്ലാ ഖിറാഅത്തും ഉൾപ്പെട്ടുകൊണ്ടുള്ള ഖുർആൻ്റെ കോപ്പികൾ ഉണ്ടാവണം, എല്ലാവർക്കും എല്ലാം മനസ്സിലാക്കണം. അതല്ലാത്തതൊക്കെ പ്രശ്നം വരുന്ന ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന് മനസ്സിലാക്കി ലോകത്ത് എഴുതപ്പെട്ട കോപ്പികളൊക്കെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ ശേഖരിച്ചു. അതെല്ലാം കരിച്ചു കളഞ്ഞു. എന്തിന്? ഖുർആൻ്റെ വലിയ പ്രശ്നമില്ലാതെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഹഫ്സാ ബീവിൻ്റെ കയ്യിലുള്ള ഖുർആൻ്റെ കോപ്പി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഹഫ്സാ ബീവി പറഞ്ഞു, എൻ്റെ ഖുർആൻ എനിക്കെന്നെ തിരിച്ചു തരണം, ഇത് ആദ്യത്തെ ഖുർആനാണ്, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. എന്നിട്ട് ഹഫ്സാ ബീവിൻ്റെ കയ്യിലുള്ള ഖുർആൻ നോക്കിയിട്ട് രണ്ടാമത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ 7 ഖുർആൻ്റെ കോപ്പികൾ റെഡിയാക്കി. ഈ 7 ഖുർആൻ്റെ കോപ്പികൾ പല ഭാഗത്തേക്കും കൊടുത്തയച്ചു. ഒരു കോപ്പി മദീനത്ത് വെച്ചു. അതാണ് ഉസ്മാനി മുസ്ഹഫ്. ഉസ്മാൻ എന്നവരെ പ്രത്യേകം ചേർക്കപ്പെട്ട് അറിയപ്പെട്ട മുസ്ഹഫാണിത്. അങ്ങനെ രണ്ടാമത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ കാലത്ത് വീണ്ടും ഖുർആനിൻ്റെ ഒരു ക്രോഡീകരണം നടന്നു. അന്ന് 7 കോപ്പിയാണ്. ഒരു കോപ്പി മദീനയിൽ മറ്റു പല ഭാഗങ്ങളിലേക്കും കൊടുത്തയച്ചു. എന്നിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ ഓർഡർ നൽകി, ഇനി ഖുർആൻ ആര് എഴുതുകയാണെങ്കിലും ഖുർആൻ ആര് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിലും ഈ എഴുതപ്പെട്ട കോപ്പികളെ നോക്കി അതിനനുസരിച്ചായിട്ടായിരിക്കണം. അങ്ങനെ രണ്ടാമത് ഖുർആൻ്റെ ഒരു ക്രോഡീകരണം വീണ്ടും നടക്കുകയാണ്. ഹഫ്സാ ബീവിൻ്റെ ഖുർആൻ തിരിച്ചു കൊടുത്തു. ഹഫ്സാ ബീവിൻ്റെ ആ ഖുർആൻ പിന്നീട് മർവാൻ എന്ന അമീറിൻ്റെ കാലം ഇനി ആ ഖുർആൻ വെച്ചിട്ട് വേറെ ചില പ്രശ്നങ്ങളൊക്കെ ചിലർ ഉണ്ടാക്കുമോ എന്ന് ഭയന്നിട്ട് ആദ്യത്തെ കോപ്പിയും കരിച്ചു കളഞ്ഞു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ ഉണ്ടാക്കിയ 7 ഖുർആൻ്റെ കോപ്പി ഉണ്ടല്ലോ, അതിനനുസരിച്ച് പോകാമെന്നുള്ള തീരുമാനം വന്നു. പിന്നീട് ഖുർആൻ്റെ ചരിത്രം കാണാൻ അലി ബിൻ അബി താലിബ് തങ്ങളുടെ കാലമായപ്പോൾ വീണ്ടും ഖുർആനിൽ ചില ഭയപ്പാടുകൾ വരികയാണ്. അതെന്താ ഭയം? അനറബികളായ ആളുകൾ, ഇപ്പോൾ ഉദാഹരണം നമ്മളൊക്കെ മലയാളികളാണല്ലോ, നമ്മളന്ന് മലബാറിലെ കുറേ ആൾക്കാരൊക്കെ മുസ്ലിം ആയല്ലോ, വെളിയങ്കോടും മർഗാദിയൊക്കെ പറഞ്ഞില്ലേ, നമ്മളെ വലിയാപ്പാരും അണ്ണാമാനും പറയലൊക്കെയാണ്. അപ്പോൾ ഈ അമുസ്ലിമീങ്ങളായ ആളുകൾ ഇസ്ലാമിക്ക്, അതുപോലെ തന്നെ അനറബികളായ ആളുകൾ വന്നപ്പം അവർക്ക് എങ്ങനെയാണ് അറബി വായിക്കേണ്ടത്, എങ്ങനെയാണ് ഇത്, ഏതൊക്കെയാണ് അക്ഷരം എന്ന് തിരിയാത്തൊരു രൂപം വന്നു. സ്വഹാബാക്കൾ ഇപ്പോൾ ഉസ്മാൻ എന്നവരുണ്ടാക്കിയ ഖുർആനിൽ വള്ളിയും പുള്ളിയും ഒന്നുമില്ലാതെ തന്നെ അവർക്ക് ഓതാൻ കഴിയും. കാരണം അവർക്കത് കേട്ട് പരിചയമുണ്ടല്ലോ. കേട്ട് പരിചയമുള്ള ഒന്നിനെ പിന്നെ മനസ്സിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു രേഖ കിട്ടിയാൽ മതിയോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ മക്കളെ പേര് അത് ഞാൻ അറബിയിൽ എഴുതുകയാണെങ്കിൽ ഞാൻ പുള്ളിയും വള്ളിയും ഒന്നും ഇട്ടില്ലെങ്കിൽ എൻ്റെ എല്ലാ കുട്ടികളും അത് വായിക്കും. അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഷംസുലുലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം ഷീനിന് പുള്ളില്ലെങ്കിലും എല്ലാവർക്കും അത് മനസ്സിലാവും, കാരണം അത് അത്രയും അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വഹാബാക്കൾക്ക് അത്രത്തോളം അറിയപ്പെട്ട ഒരവസ്ഥ ആയതുകൊണ്ട് അവർക്ക് പുള്ളിക്കും വള്ളിക്കൊന്നും ആവശ്യമില്ലായിരുന്നു. പിന്നീട് അനറബികളായ ആളുകൾ അതിലേക്ക് വന്നപ്പം അലി ബിൻ അബി താലിബ് തങ്ങൾക്ക് മനസ്സിലായി ഇതിഞ്ഞ് പാക്കും. അതിങ്ങനെ പിന്നെ പുള്ളിയിടലും വള്ളിയിടലൊക്കെ തുടങ്ങിയ സംഭവം ഉണ്ടായത് അലി ബിൻ അബി താലിബ് തങ്ങളെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഖുർആൻ്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട ഒരു ചുരുക്ക ചരിത്രം അങ്ങനെയാണ്. നമ്മൾ നന്നായി ഖുർആനെ ബഹുമാനിക്കുക, ഓതുക. പരിശുദ്ധ റമദാനിലൊക്കെ പ്രത്യേകിച്ചും അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹുക്ക് പറയാണ്, ഞങ്ങൾ മദീന പള്ളിയിൽ മദീനത്ത് പോയാൽ അറിയാം, അള്ളാഹു റസൂലുള്ളാഹിൻ്റെ റൗളൻ്റെ ബാക്കിൽ അവിടെയാണ് അസ്ഹാബു സുഫ. അങ്ങനെ മുഹാജിരീങ്ങളായ പാവപ്പെട്ട സ്വഹാബാക്കൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന്, അപ്പോൾ എല്ലാവർക്കും ഒന്നും ശരിക്ക് മേനിയൊന്നും മറക്കാൻ പറ്റിയ വസ്ത്രമൊന്നുമില്ല, പറ്റ പാവങ്ങൾ. അപ്പോൾ വസ്ത്രം ഉള്ളോലെ മറവിൽ എന്നാണ് ഔറത്ത് മറക്കാണ്ട് ബാക്കിയൊന്നുമില്ല, ഒരു പരിക്കമുണ്ട കൊടുത്തിരിക്കുന്ന രൂപത്തിൽ അങ്ങനെയൊക്കെയാണ് ചില സ്വഹാബാക്കളുള്ളത്. അപ്പോൾ കുറച്ചാളുകൾക്കൊക്കെ നല്ല വസ്ത്രമുണ്ട്, വസ്ത്രമില്ലാത്ത ആളുകൾ വസ്ത്രമുള്ളവരെ മറയാക്കി തിങ്ങി ഇങ്ങനെ പിറകിലായി ഇരുന്ന് കൂട്ടത്തിൽ ഒരാൾ ഖുർആൻ ഓതുകയാണ്. ഞങ്ങളൊക്കെ അത് ആസ്വദിച്ച് കേൾക്കുകയാണ്. മൂപ്പരങ്ങനെ ഖുർആൻ ഇങ്ങനെ മധുരമായി ഓതിയപ്പം ഞങ്ങളൊക്കെ അത് ആസ്വദിച്ച് ഇങ്ങനെ കേൾക്കുകയാണ്. എല്ലാവരും അതിന് ആനന്ദത്തിലാണ്. ഖുർആൻ ഓതൻ്റെ രൂപത്തിൽ ഓതിയാൽ അതിനൊരു ഭംഗിയുണ്ടല്ലോ. ഇതെല്ലാം ഇങ്ങനെ കേട്ട് അള്ളാഹു റസൂലവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളാരും മുത്തുനബിനെ കണ്ടിട്ടില്ല. മുത്തുനബി ഞങ്ങളൊക്കെ അങ്ങനെ ഈ ആസ്വദിച്ച് കേൾക്കണവും കണ്ട് സന്തോഷത്തിൽ ഞങ്ങളെ ബാക്കിൽ ഭാഗത്ത് വന്ന് ഇങ്ങനെ നിന്ന്. പിന്നെ ആരോ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് നോക്കിയപ്പം റസൂൽ വന്ന് നിൽക്കണേ കണ്ടു. അതിൽ ഓതുന്ന ആൾ പിന്നെ എല്ലാവരും റസൂൽ വന്ന് നിന്നാൽ പിന്നെ എൻ്റെ ഒരു അവസ്ഥ മാറുമല്ലോ. ഓതുന്ന ആൾ ഓത്ത് നിർത്തി. അള്ളാഹു റസൂൽ ഞങ്ങൾക്ക് സലാം പറഞ്ഞു. എന്താണ് ഇപ്പം നിങ്ങൾക്ക് പരിപാടി? തിരിയാഞ്ഞിട്ടല്ല, സന്തോഷത്തിൽ ചോദിക്കുകയാണ്. ഞങ്ങൾ മൂപ്പർ ഓതുന്ന ഞങ്ങൾ കേൾക്കുകയാണ്. റസൂൽ റസൂൽ പറഞ്ഞ് ഏറ്റവും പുണ്യമുള്ള അമലങ്ങൾ ചെയ്തത് ഇത്തരം ടീമിൻ്റെ കൂടെ ഇരിക്കാനാണ് അള്ളാഹിൻ്റെ കൽപ്പന എന്നോടുള്ളത്. അപ്പോൾ തഹല്ലക്കൂ, എല്ലാവരും ഒന്ന് ഹൽക്കയായിട്ടിരിക്കി. അള്ളാഹു റസൂൽ പറയണം. ഹൽക്ക, നമ്മൾ ദിക്ർ ഹൽക്ക എന്നൊക്കെ പറഞ്ഞില്ലേ, ഹൽക്ക എന്ന് പറഞ്ഞാൽ വട്ടട്ട് ഇരിക്കണേനാണ് ഹൽക്ക എന്ന് പറയാം. അങ്ങനെ അള്ളാഹു റസൂൽ ഹൽക്കയായിട്ട് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അള്ളാഹു റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് വലിയ പുണ്യമുണ്ട്, നിങ്ങളിവിടെ പാവങ്ങളാണെങ്കിലും ഈ ഖുർആനൊക്കെ ഇങ്ങനെ സ്നേഹിച്ച് ഇതിനു വേണ്ടി ജീവിക്കണം, നിങ്ങൾ മഹ്ശറയിൽ നിങ്ങൾക്ക് വലിയ പുണ്യമുണ്ട്, കൂലിയുണ്ട് എന്ന് ഹബീബായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ്റെ തിലാവത്തും അതിനുള്ള ബഹുമാനമൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കുക.
ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങളൊക്കെ നമുക്ക് സൗകര്യം പോലെ വീണ്ടും വിശദമായി തന്നെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നൊരു മുബാറക്കായ പള്ളിയിലാണ്. ഓലൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മശായിഖന്മാരെ നോട്ടത്തിലായി അള്ളാഹു നമ്മളെന്നും നിലനിർത്തി തരുമാറാവട്ടെ. പല ചോദ്യങ്ങളുമുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നമുക്ക് ഉൾപ്പെടുത്താം.